Exercise 11.1, question number 4. A flooring tile has the shape of a parallelogram whose base is 24 cm and the corresponding height is 10 cm. How many such tiles are required to cover a floor of area 1080 meter square? Okay. Then, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടൈൽസ്, ഈ ഫ്ലോറ് കംപ്ലീറ്റ് ആകാനായിട്ടുള്ള നമ്പർ ഓഫ് ടൈൽസ് ആണ് കാണേണ്ടത്. ഓക്കെ, അവിടെ ഷേപ്പ് ഓഫ് ദ ടൈൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എ പാരലോഗ്രം. അതിൻ്റെ ബേസും ഹൈറ്റും ഉണ്ട്. ഓക്കെ, ഒരു പാരലോഗ്രത്തിലെ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം പാരലോഗ്രം ഇതിനകത്ത് ബേസ് ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇത് പാരലോഗ്രത്തിൻ്റെ ബേസും ഇത് ഹൈറ്റും ആണ് അല്ലേ. അപ്പോൾ ഈ ഷേപ്പിലുള്ള ടൈലാണുള്ളത്. ബേസ് 24 എന്നും ഹൈറ്റ് 10 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ ടൈലിൻ്റെയും ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ടൈലിൻ്റെ ഏരിയ. ഓക്കെ, ഇങ്ങനത്തെ ഷേപ്പുള്ള ഈ പാരലോഗ്രം ഷേപ്പുള്ള ടൈല് കൊണ്ട് നമ്മൾ ഒരു ഫ്ലോറിനെ കവർ ചെയ്യുക. ഫ്ലോറിൻ്റെ ഷേപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ഏരിയ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുലയൊന്നും ആവശ്യമില്ല. ഫ്ലോർ ഏത് ഷേപ്പിലാണേലും, റെക്റ്റാങ്കിളോ സ്ക്വയർ ഏത് ഷേപ്പാണേലും ഓക്കെ. അപ്പം ഈ 1080 മീറ്റർ സ്ക്വയർ ഉള്ള ഒരു റൂമിൽ ഓക്കെ, ഇത് ഈ ഷേപ്പിലുള്ള കുറേ ടൈൽസ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ടൈല് വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മളുടെ ഫ്ലോറിൻ്റെ ഏരിയ തന്നിരിക്കുന്നത് മീറ്റർ സ്ക്വയറിലാണ്, പക്ഷേ ഇവിടെ ബേസും ഹൈറ്റും തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ആ യൂണിറ്റ് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ടൈലിൻ്റെ ഏരിയ കാണണമെങ്കിൽ ലെങ്തും ബേസും ഹൈറ്റും അറിയാം. വി നോ ദ ഫോർമുല ഓഫ് ഏരിയ ഓഫ് എ പാരലോഗ്രം, ദാറ്റ് ഈസ് ബി ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഏരിയ ഓഫ് എ പാരലോഗ്രം എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. പക്ഷേ അവിടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പം അങ്ങനത്തെ എത്ര ടൈല് വേണമെന്ന് അറിയണമെങ്കിൽ ടോട്ടൽ ഫ്ലോറിൻ്റെ ഏരിയനെ നമ്മൾ ഈ ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദെൻ വി ക്യാൻ സി ഹൗ മെനി ടൈൽസ് ഈസ് നീഡഡ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഫ്ലോറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പം ടൈലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയനെ നമ്മൾ ഈ ഫ്ലോറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ബേസ് ഓഫ് ദ പാരലോഗ്രം ദാറ്റ് ഈസ് 24 സെൻറ്റിമീറ്റർ. വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ആസ് മീറ്റർ ബൈ സെൻറ്റിമീറ്ററിൻ്റെ മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. 24നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0.24 മീറ്റർ എന്നാകും. അതുപോലെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. ഇതിനെ നമ്മൾ മീറ്റർ ആക്കാൻ 10 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് 0.1 മീറ്റർ എന്ന് പറയും. 0.1 മീറ്റർ ഓർ 0.10 എന്ന് എഴുതണ്ട, 0.1 മീറ്റർ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ പാരലോഗ്രം ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദ ടൈലിൻ്റെ ഷേപ്പാണ് പാരലോഗ്രം ഉള്ളത്. സോ ഫോർമുല ബി ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് 24 ഇൻറ്റു നോട്ട് 24, ഇവിടെ 0.24 ആക്കി നമ്മൾ മീറ്ററിലോട്ടാക്കി. അപ്പോൾ 0.24 ഇൻറ്റു 0.1. സോ 24 ഇൻറ്റു 1 ഈസ് 24. 3 ഡെസിമൽ പാർട്ട് ഈസ് നീഡഡ്. അപ്പോൾ നമുക്ക് ഒരു 0 കൊടുത്തിട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കാം. അപ്പോൾ 0.024 മീറ്റർ സ്ക്വയർ എന്നാണ് ഏരിയ ഓഫ് ദ ടൈൽ. മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ, ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷന് ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തു. 24നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24. പിന്നെ 2 നമ്പറിലും കൂടെ നമുക്ക് 3 ഡെസിമൽ പാർട്ടുണ്ട്. ഇവിടെ 2 ഡെസിമൽ പാർട്ടും ഇവിടെ 1 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റും. അപ്പോൾ ടോട്ടൽ 3 ഡിജിറ്റ്സ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരണം. അതുകൊണ്ടാണ് നമ്മളിവിടെ നമുക്ക് 24 2 ഡിജിറ്റേ ഉള്ളൂ, മൂന്നാമത്തെ ഡിജിറ്റിന് വേണ്ടി 0 ഇട്ട് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ 0.024 മീറ്റർ സ്ക്വയർ ആണ് ടൈലിൻ്റെ ഏരിയ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ടൈൽസാണ്. നമ്പർ ഓഫ് ടൈൽസ് കാണണമെങ്കിൽ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ടൈൽ കിട്ടാനായിട്ട് റൂമിൻ്റെ ഏരിയനെ നമ്മളുടെ ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ടൈൽസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റൂം അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫ്ലോർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദാറ്റ് ടൈൽ. ഓക്കെ, ഏരിയ ഓഫ് റൂം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1080 മീറ്റർ സ്ക്വയർ ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ ടൈൽ 0.024. ഓക്കെ, ഈ ഡെസിമൽ ഡിവിഷൻ നിങ്ങൾക്കറിയാം, ഡെസിമൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൻ്റെ ഡെസിമൽ മാറ്റണം. സോ ഫോർ റിമൂവിങ് ദ ഡെസിമൽസ് ഹിയർ 3 പ്ലേസസ്. അപ്പോൾ നമ്മൾ 3 zeros ഉള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1080നെ നമ്മൾ ഇവിടെ 0.024നെ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഡെസിമൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം ഡിനോമിനേറ്ററിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താകും? നമ്പർ 1080 then 3 more zeros ഡിവൈഡഡ് ബൈ ഇവിടെ 0.024നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പറിനെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഈ 1080നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 45 ആണ്. 24 × 45 ആണ് 1080. അപ്പം ഇത്രയും വരെ ഉള്ളതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 24നെയും ഈ 1080യും കൂടെ ക്യാൻസൽ ചെയ്താൽ we have 450. സോറി 45. ഓക്കെ, 24 × 45 ആണ് 1080. സോ 45ഉം പിന്നെ 3 more zeros വരും. സോ 45,000 ടൈൽസ് എന്നാണ് ലാസ്റ്റ് ആൻസർ വരുന്നത്. 45. ഈ 1080നെ 24 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം. ഓക്കെ, ഫസ്റ്റ് ടൈം we can multiply with 4. 24 times 4, that is 4 4 16, then 1 2 4 8 plus 1 9, then here 120 എന്ന് വരും. 24 times 5 120 അല്ലേ? സോ അതുകൊണ്ടാണ് ഈ 24ഉം ഈ 1080യും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് 45 വരും. ആ 45നെ പിന്നെ 3 more zeros കൊടുത്താൽ 45,000 ടൈംസ്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. ഇവിടെയും ഈസിയാണ്. ഈ നമ്പർ ക്യാൻസൽ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ദാറ്റ് ഈസ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നമ്പർ ഓഫ് ടൈൽസ് കാണണമെങ്കിൽ ഏരിയ ഓഫ് ദ റൂം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടൈലാണ് കാണേണ്ടത്. ടൈലിൻ്റെ ഷേപ്പ് പാരലോഗ്രം ആയതുകൊണ്ടാണ് നമ്മൾ B × H എന്നുള്ള ഫോമുല യൂസ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ യൂണിറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. യൂണിറ്റിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, 5th വൺ. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻ ആൻഡ് ഈസ് മൂവിങ് അറൗണ്ട് എ ഫ്യൂ ഫുഡ് പീസസ് of different shapes scattered on the floor. For which foot piece would the ant have to take a longer round? Remember, the circumference of circle can be obtained by using the expression 2πr. Clue തന്നിട്ടുണ്ട്. സർക്കംഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. സർക്കുലർ ഷേപ്പ് അവിടെ തന്നിട്ടുള്ളതിനകത്ത്. വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പം ഒരു ആൻഡ് ഈ ഓരോ ഷേപ്പിൽ കൂടെ മൂവ് ചെയ്യുക. അപ്പോൾ ആൻഡ് ഏത് ഷേപ്പിലാണ് കൂടുതൽ മൂവ് ചെയ്യാനായിട്ട് കൂടുതൽ ലെങ്ത് ഉള്ള ഷേപ്പ് ഏതാണെന്ന്. ഓക്കെ, വിച്ച് ഈസ് ദ ലോങ് റൗണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ആൻഡ് ഇവിടുന്ന് ഇങ്ങനെ പോയി തിരിച്ച് ഇവിടം വരെ വന്നു ഒരു പ്രാവശ്യം. അപ്പോൾ ആ ഷേപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ ഓരോ ഷേപ്പിലും ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് വീണ്ടും തിരിച്ച് ഈ പോയിന്റിൽ തന്നെ വന്നു. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണണം. അപ്പം എല്ലാത്തിൻ്റെയും ബൗണ്ടറി ലെങ്ത് ആൻഡിൻ്റെ ഔട്ടർ റീജിയനിൽ കൂടെ മാത്രമാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ലെങ്ത് മാത്രം നമ്മൾ ഓരോ ഷേപ്പിൻ്റെയും ഔട്ടർ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് പെരിമീറ്റർ ഓഫ് ഈച്ച് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഓരോ ഷേപ്പിൻ്റെയും പെരിമീറ്റർ ഓർത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഷേപ്പിൽ ഇവിടെ ഒരു ഡയമീറ്റർ, ഈ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ഇവിടെയുണ്ട്. ആ ഡയമീറ്ററിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഒരു സെമി സർക്കിളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയമീറ്ററിൻ്റെ ലെങ്ത് 2.8. അതുപോലെ സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ്, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് 2πr ആണെങ്കിൽ സെമി സർക്കിളിൻ്റെ അതിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് πr ആയിരിക്കും. ഓക്കെ, πr ചെയ്താൽ ഈ സർക്കംഫറൻസ് കിട്ടും.
ആ സർക്കംഫറൻസിന്റെ കൂടെ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ സർക്കംഫറൻസും പിന്നെ ഈ ഡയമീറ്ററും കൂടെ കവർ ചെയ്യണം. ഈ ടോട്ടൽ ലെങ്ത് കാണണം. അപ്പോൾ പൈ ആറ് കണ്ടാൽ സർക്കംഫറൻസ് കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഈ 2.8 ആഡ് ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് കിട്ടും. അപ്പോൾ പൈ ആറ് കാണണമെങ്കിൽ നമുക്ക് റേഡിയസ് ഡയമീറ്റർ 2.8 എന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് 2.8ന്റെ ഹാഫ്, ദാറ്റ് ഈസ് 1.4. ഹാഫ് ഓഫ് 2.8 ദാറ്റ് ഈസ് 1.4. അപ്പോൾ ഈ 1.4 എന്ന് പറഞ്ഞാൽ 14/7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പൈയുടെ വാല്യൂ 22/7 എടുത്താൽ മതി. സോ 22/7 ഇൻറ്റു 1.4. ദെൻ 7ഉം 1.4ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 0.2 എന്ന് കിട്ടും. 22 ഇൻറ്റു 0.2 വരുമ്പം 22 ടൈംസ് 2 44 ആണ്. അതിനകത്ത് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡെസിമൽ പാർട്ട്, ഒരു ഡിജിറ്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇട്ടു. ദാറ്റ് ഈസ് 4.4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർക്കംഫറൻസ് മാത്രമാണ് 4.4. അതിൻ്റെ കൂടെ ഈ 2.8ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഈ ഫസ്റ്റ് ഷേപ്പിലാണ് ആൻഡ് മൂവ് ചെയ്തതെങ്കിൽ അവിടെ ടോട്ടൽ പെരിമീറ്റർ, അതായത് ടോട്ടൽ ബൗണ്ടറി ലെങ്ത് എന്ന് പറയുന്നത് 4.4 പ്ലസ് 2.8 ആണ്. ദെൻ 4.4ഉം 4.4 ആൻഡ് 2.8 ബൈ ആഡിങ് ദാറ്റ് ഈസ് 7.2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷേപ്പിലാണ് മൂവ് ചെയ്തതെങ്കിൽ 7.2 സെൻറ്റിമീറ്റർ ആണ് ഈ ആൻഡ് മൂവ് ചെയ്തത്. അതുപോലെ നമുക്ക് സെക്കൻഡ് ഷേപ്പ് നോക്കാം. ഓക്കെ, സെക്കൻഡ് ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ. അവിടെ ഒരു സർക്കുലർ ഷേപ്പ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ 2 ലൈൻസ് വരുന്നുണ്ട്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് പോലത്തെ ഒരു ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കാണാം. ഈ ഇവിടുത്തെ ഡയമീറ്റർ 2.8 ആണ്. സോ റേഡിയസ് 1.4 തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ സർക്കംഫറൻസ് കാണണം. ദാറ്റ് ഈസ് ഈ പൈ ആർ 4.4 ഇതിനകത്തും വരും. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4.4 ആയിരിക്കും. അതിൻ്റെ കൂടെ ഇവിടെ ഒരു 1.5 ഉണ്ട്. ഇവിടെ 2.8 ആയതുകൊണ്ട് ഈ സൈഡിലും 2.8 വരും. ഇവിടെ 1.5 ആയതുകൊണ്ട് ഇവിടെയും 1.5 വരും. അപ്പോൾ ഈ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് വരും 2.8, 1.5 2 ടൈംസ്, പിന്നെ ഒരു 4.4. 4.4 എന്ന് പറഞ്ഞത് ഈ സർക്കുലർ ഷേപ്പ്, അത് തന്നെ നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ചത് ഈ ലെങ്ത് തന്നെയാണ്. ഈ സെയിം ലെങ്ത് തന്നെയാണ്. കാരണം സെയിം റേഡിയസ് ആണ്. ഡയമീറ്റർ 2.8 ആയതുകൊണ്ട് റേഡിയസ് 1.4 തന്നെയാണ്. അപ്പോൾ ഈ 4.4 തന്നെ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം ബി എന്ന് പറയുന്ന ഷേപ്പിലാണ് ആൻഡ് മൂവ് ചെയ്തതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് 4.4 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 2.8 അല്ലേ? 3 ലൈൻസും പിന്നെ ഒരു സർക്കുലർ ഷേപ്പ്, അങ്ങനെ 4 ഷേപ്സ് കൂടെയാണ് അത് മൂവ് ചെയ്തത്. സോ ബൈ ആഡിങ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എത്ര വരും? 1.5 എന്ന് പറയുമ്പോൾ 3 വരും. ദെൻ ഹിയർ ദാറ്റ് ഈസ് ടോട്ടൽ 10.3 plus 3 6 plus 4 10.2 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ മൂവ് ചെയ്തത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ മൂവ് ചെയ്ത് 10.2 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ ഷേപ്പിൽ കൂടെയാണ് ആൻഡ് മൂവ് ചെയ്തതെങ്കിൽ 7.2 ആണ് കവർ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഷേപ്പിൽ 10.2 കവർ ചെയ്തു. പിന്നെ നമ്മൾ തേർഡ് ഷേപ്പും കൂടെ നോക്കിയാൽ മതി. തേർഡ് ഷേപ്പിലും കൂടെ നോക്കിയിട്ട് അവിടെ നമ്മൾക്ക് ഈ സർക്കുലർ ഷേപ്പ് എന്ന് പറയുന്നത് സെയിം 4.4 ആണ്. സോ ആ 4.4 പ്ലസ് അവിടെ 2 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 8.4 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്ത് ടോട്ടൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഷേപ്പിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് 10.2, 7.2, 10.2 ആൻഡ് 8.4. അപ്പം കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണത് 10.2 എന്നുള്ള ഷേപ്പാണ്. ദാറ്റ് ഈസ് ബി എന്ന് പറയുന്ന ഷേപ്പാണ്. അതിൻ്റെ ബൗണ്ടറി ലെങ്ത്, അതിൻ്റെ പെരിമീറ്റർ ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ആ സെയിം സർക്കിൾ തന്നെയാണ് പറയുന്നത്. സർക്കുലർ ഷേപ്പ് ഒരു പ്രാവശ്യം നമ്മൾ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി, പിന്നെ ബാക്കിയുള്ള ലെങ്തുകൾ ആഡ് ചെയ്താൽ മതി.
സോ അവിടെ